2 തീമോത്തിയോസ് 2:1 അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ പുത്രനായ തിമോത്തിയോസിനോട് പറയുന്നു, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. ഒരു ദൈവ പൈതലിൻ്റെ ശക്തി ഉള്ളത് ക്രിസ്തുയേശുവിലുള്ള കൃപയിലാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മറ്റൊന്നിനുമല്ല ഒരു ദൈവ പൈതലിൻ്റെ ശക്തി ഉള്ളത്. ഒരു ദൈവ പൈതലിൻ്റെ ശക്തി ഉള്ളത് ക്രിസ്തുയേശുവിലുള്ള കൃപയിലാണ്. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളും ദൈവസഭയ്ക്കെതിരെ നടക്കുന്ന ഉപദ്രവങ്ങളും കണ്ട് ക്ഷീണിച്ചു പോകാനല്ല ദൈവവചനം നമ്മളോട് പറയുന്നത്, മറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടാനാണ്. ക്രിസ്തുയേശുവിൽ ഒരു അളവറ്റ കൃപയുടെ വ്യാപാരമുണ്ട്. ക്രിസ്തുയേശുവിൽ ഒരു അഭിഷേകത്തിൻ്റെ നിറവുണ്ട്. ക്രിസ്തുയേശുവിൽ ഹല്ലേലൂയ ഒരു കൂട്ടായ്മയുണ്ട്. ക്രിസ്തുയേശുവിൽ ഒരു ഐക്യത നമുക്കുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം അവൻ്റെ ശക്തിയെ ചോർത്തിക്കളയുക എന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ തകർക്കുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. ഈ ലോകത്തെ ജയിക്കുവാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ നമ്മൾ ഉറച്ചു ശക്തിപ്പെടണം. ഹല്ലേലൂയ. എങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടാൻ പറ്റും? ഒന്നാമതായി പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, പ്രാർത്ഥനയിൽ ഞാൻ രാവും പകലും നിന്നെ സ്മരിച്ച് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാവും പകലും ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടും. രണ്ടാമതായി എന്നിൽ കേട്ട പത്യവചനം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, എന്നിൽ കേട്ട പത്യവചനം. വചനം കേൾക്കുക. വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, വചനം ധ്യാനിക്കുമ്പോൾ, വചനം ഉരുവിടുമ്പോൾ, വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടും. മൂന്നാമതായി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടും. നാലാമതായി ക്രിസ്തുയേശുവിലുള്ള സ്നേഹം. ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ വേരൂന്നി വളരുമ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെട്ട് ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ.